പ്രൈം ടൈം ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. കെ ബി ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും വെള്ളിയാഴ്ച മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. ഇടതുമുന്നണിയിലെ മുൻധാരണ പ്രകാരമാണ് അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും രാജിവെച്ചത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി വകുപ്പുകൾ നിശ്ചയിക്കുമെന്ന് LDF കൺവീനർ EP ജയരാജൻ പ്രതികരിച്ചു. കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കും. രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം മന്ത്രിസഭാ പുനഃസംഘടന മന്ത്രിസഭാ രൂപീകരണ സമയത്ത് ധാരണയാണ്. നവംബർ അവസാനം നടക്കേണ്ട പുനഃസംഘടന നവകേരള സദസ്സു കാരണമാണ് നീട്ടിവെച്ചത്. മന്ത്രിമാരായ അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട് രാജി സമർപ്പിച്ചു. പുനഃസംഘടന 29 വൈകിട്ട് രാജ്ഭവനിൽ നടക്കും. പരമാവധി കക്ഷികളെ പരിഗണിക്കുക എന്നതാണ് മുന്നണി തീരുമാനമെന്നും വകുപ്പുകൾ മുഖ്യമന്ത്രി നിശ്ചയിക്കുമെന്നും LDF കൺവീനർ EP ജയരാജൻ. നേരത്തെ നിശ്ചയിച്ചതനുസരിച്ച് ഗണേഷ് കുമാർ, കടന്നപ്പള്ളി രണ്ട് കക്ഷികളുടെ നേതാക്കൾ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുക. അവരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കേണ്ടതല്ല, അത് മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടതാണ്. അവർ സത്യപ്രതിജ്ഞ ചെയ്താലേ മന്ത്രിയാവും, എന്നാലേ അവർക്ക് വകുപ്പ് കൊടുക്കാൻ പറ്റൂ. വകുപ്പ് കൊടുത്തിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യിക്കാറില്ല. ആന്റണി രാജു ഒഴിയുന്ന ഗതാഗത വകുപ്പ് ഗണേഷ് കുമാറിനും അഹമ്മദ് ദേവർകോവിൽ ഒഴിയുന്ന തുറമുഖ വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രനും ലഭിച്ചേക്കും. ഇരുവരും ഇതേ വകുപ്പുകൾ നേരത്തെയും കൈകാര്യം ചെയ്തിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അപമാനിക്കാൻ ശ്രമിച്ച ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം പിൻവലിക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ആ വിഷയം അന്വേഷിച്ച CBI റിപ്പോർട്ടിൽ വലിയ ഗൂഢാലോചന ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി നടന്നു എന്ന് പറഞ്ഞു. ആ ഗൂഢാലോചനയിലെ ഏറ്റവും പ്രധാന പങ്കാളിയാണ് ശ്രീ ഗണേഷ് കുമാർ. അതുകൊണ്ട് അദ്ദേഹത്തെ മന്ത്രിയാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും ഇടതുമുന്നണിയും മുഖ്യമന്ത്രിയും പിന്മാറണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങ് പ്രതിപക്ഷം ബഹിഷ്കരിക്കും. 24 തിരുവനന്തപുരം. ഗതാഗത വകുപ്പാണ് ലഭിക്കുന്നതെങ്കിൽ KSRTCയിൽ തൊഴിലാളി യൂണിയനുകളുടെ ഭരണമുണ്ടാകില്ലെന്ന് നിയുക്ത മന്ത്രി KB ഗണേഷ് കുമാർ 24നോട്. ഇടതുമുന്നണിയോട് ചേർന്ന് പ്രവർത്തിച്ചതിനുള്ള അംഗീകാരമാണ് മന്ത്രിസ്ഥാനമെന്ന് കടന്നപ്പള്ളി രാമചന്ദ്രനും പ്രതികരിച്ചു. 2001 മുതൽ പത്തനാപുരം MLA, 2001 മുതൽ 2003 വരെ ഗതാഗത മന്ത്രി, 2011 മുതൽ 2 വർഷം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വനം മന്ത്രി. മുൻ പരിചയം കൂടി പരിഗണിച്ച ഇക്കുറിയും ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പ് തന്നെ ലഭിച്ചേക്കും. വകുപ്പ് ഗതാഗതമെങ്കിൽ തൊഴിലാളി യൂണിയനുകൾ KSRTCയെ ഭരിക്കുന്ന സാഹചര്യം ഒഴിവാക്കുമെന്ന് ഗണേഷ് കുമാർ. സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കും. സാമ്പത്തിക അച്ചടക്കം ഉണ്ടായി കഴിയുമ്പോൾ പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ അയവുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തൊഴിലാളികൾ ജോലി ചെയ്യും, അവരുടെ വെൽഫെയർ ഞാൻ നോക്കും. ഭരണം MDയും മന്ത്രിയൊക്കെ നടത്തും. തൊഴിലാളികളുടെ നേതാക്കൾ തൊഴിലാളികളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കും. ആ വിഷയങ്ങൾ സ്നേഹത്തോടെയുള്ള സമീപനം ഉണ്ടാവും. പക്ഷേ ഭരിക്കുന്നത് തൊഴിലാളി യൂണിയനായിരിക്കില്ല. VS മന്ത്രിസഭയിൽ ദേവസ്വവും ഒന്നാം പിണറായി സർക്കാരിൽ തുറമുഖ വകുപ്പും കൈകാര്യം ചെയ്തിട്ടുണ്ട് കടന്നപ്പള്ളി രാമചന്ദ്രൻ. മുഖ്യമന്ത്രി ഏൽപ്പിക്കുന്ന വകുപ്പുകൾ ഏതായാലും സന്തോഷത്തോടെ ഏറ്റെടുക്കുമെന്ന് കടന്നപ്പള്ളി. അത് ഏത് വകുപ്പുകളായിരുന്നാലും ആ വകുപ്പിനോടും ഗവൺമെന്റിനോടും പൂർണ്ണ മനസ്സോടുകൂടി നീതി പുലർത്തുക, സത്യസന്ധതയും വിശ്വാസ്യതയും പുലർത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു പൊതുവായ സമീപനം, കാഴ്ചപ്പാട്. മന്ത്രിസഭയിലെ ഏറ്റവും പ്രായമുള്ള അംഗമെന്ന റെക്കോർഡും മന്ത്രിയാകുന്നതോടെ 79കാരനായ കടന്നപ്പള്ളിക്ക് സ്വന്തമാകും. 24 തിരുവനന്തപുരം. മന്ത്രിപദം ഒഴിയുന്നത് പൂർണ്ണ സംതൃപ്തിയോടെയും ആത്മവിശ്വാസത്തോടെയുമാണെന്ന് ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും. ഇരുവരും രാവിലെ ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ട ശേഷമാണ് രാജി സമർപ്പിച്ചത്. ഇടതുമുന്നണി യോഗത്തിന് തൊട്ടുമുമ്പാണ് അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും മുഖ്യമന്ത്രിയെ കണ്ട രാജി നൽകിയത്. മടക്കം പൂർണ്ണ സംതൃപ്തിയോടെയെന്ന് അഹമ്മദ് ദേവർകോവിൽ. ഒരു MLA ഉള്ള ഒരു പാർട്ടിക്ക് മന്ത്രിസ്ഥാനം സ്വപ്നം കാണാൻ പോലും കഴിയില്ല. ഇടതുപക്ഷ മുന്നണിയോടൊപ്പം ദീർഘകാലം പ്രവർത്തിച്ചതിനുള്ള ഒരു പ്രത്യേക സമ്മാനം എന്ന നിലക്ക് തന്നെയാണ് ഇടതുമുന്നണി ഒറ്റ MLA ഉള്ള പാർട്ടിക്ക് മന്ത്രിസ്ഥാനം നൽകിയത്. അത് ആത്മാർത്ഥതയോടുകൂടി തന്നെ നന്നായി പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വിലയിരുത്തേണ്ടത് നിങ്ങളാണ്. INL ആഭ്യന്തര പ്രശ്നം രൂക്ഷമായെങ്കിലും അഹമ്മദ് ദേവർകോവിലിന്റെ മന്ത്രിസ്ഥാനത്തിന് ഭീഷണി ഉണ്ടായില്ല. വൈകിയെങ്കിലും വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ കപ്പലെത്തിയത് മന്ത്രി എന്ന നിലയിൽ നേട്ടമായി. തിരുവനന്തപുരം മണ്ഡലത്തിൽ MLA എന്ന നിലയിൽ സജീവമായി തുടരുമെന്ന് ആന്റണി രാജു. ഇനി തുടർന്ന് ഞാൻ MLA എന്ന നിലയ്ക്ക് തിരുവനന്തപുരം നഗരത്തിൻ്റെ MLA ആണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലത്തിലെ MLA ആയി തന്നെ ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഇവിടെ തന്നെ ഉണ്ടാവും. കൂടുതൽ നിയോജക മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. KSRTCയിലെ ശമ്പള പ്രതിസന്ധിയും തൊണ്ടിമുതൽ കേസും ഭരണകാലത്ത് വെല്ലുവിളി ഉയർത്തി. മത്സ്യത്തൊഴിലാളി പ്രശ്നങ്ങളിൽ ലത്തീൻ അതിരൂപതയുടെ പഴിയും കേൾക്കേണ്ടി വന്നു. 24 തിരുവനന്തപുരം. മുന്നണി ധാരണ പ്രകാരം മന്ത്രിസഭയിലെ മാറ്റം തർക്കങ്ങളില്ലാതെ സാധ്യമാക്കിയിരിക്കുകയാണ് LDF. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് നവകേരള സദസ്സ് കഴിയാൻ കാത്തിരുന്നത് സ്ഥാനം ഒഴിയുന്നവർക്കുള്ള പരിഗണനയായിരുന്നു. ഇതിലൂടെ മുന്നണി ബന്ധം ശക്തമായി തന്നെ നിലനിർത്താൻ കഴിയും എന്നാണ് കണക്കുകൂട്ടൽ. മന്ത്രിമാർ മാറുമ്പോൾ വകുപ്പുകളിലും മാറ്റമുണ്ടാകുമെന്ന അഭ്യൂഹങ്ങളെ തള്ളുകയാണ് നേതൃത്വം. രണ്ടാം പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ മന്ത്രിസ്ഥാനം പങ്കിടുന്നതിൽ
മുന്നണിയിൽ ധാരണയുണ്ടാക്കിയിരുന്നു. 2.5 വർഷത്തിനു ശേഷം കെ ബി ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിപദത്തിലേക്ക് എത്തുമ്പോൾ ഉറപ്പ് പാലിക്കുകയാണ് LDF. നവകേരള സദസ്സിനു മുമ്പ് പുനഃസംഘടന വേണമെന്ന കേരള കോൺഗ്രസ് ബിയുടെ ആവശ്യം മുഖ്യമന്ത്രി നിരാകരിച്ചത് മന്ത്രിമാരെന്ന നിലയിൽ ആന്റണി രാജുവിനും അഹമ്മദ് ദേവർകോവിലിനും ഉചിതമായ യാത്രയയപ്പ് നൽകാൻ വേണ്ടി കൂടിയായിരുന്നു. ഇതിൽ രണ്ടുപേരും പൂർണ്ണ തൃപ്തരാണ്. മന്ത്രിമാർ മാറുമ്പോൾ വകുപ്പുകളിലും സമൂല മാറ്റമുണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന് വിലയിരുത്തി അത് വേണ്ടെന്ന് തീരുമാനിച്ചു. AK ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന NCPയിലെ ഒരു വിഭാഗത്തിന്റെയും മന്ത്രിസ്ഥാനം വേണമെന്ന കോവൂർ കുഞ്ഞുമോന്റെയും ആവശ്യം തള്ളിയത് മുന്നണി ബന്ധത്തെ ബാധിക്കില്ലെന്ന് ഉറപ്പാക്കിയാണ്. അതേസമയം മന്ത്രിസ്ഥാനം കിട്ടാത്തതിൽ RJDക്ക് അതൃപ്തിയുണ്ട്. പാർട്ടിയുടെ യുവജന വിഭാഗം അത് പരസ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച് KPCC അധ്യക്ഷൻ K സുധാകരൻ. കൊലയാളി മനസ്സുള്ള സൈക്കോപാത്താണ് മുഖ്യമന്ത്രി എന്ന് വിമർശനം. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ് ആക്ടിംഗ് DGP എന്നും K സുധാകരൻ കുറ്റപ്പെടുത്തി. നവകേരള സദസ്സിനെതിരായ പ്രതിഷേധങ്ങൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് KPCC അധ്യക്ഷന്റെ അതിരൂക്ഷ വിമർശനം. KPCC മാർച്ചിന് നേരെയുണ്ടായ പോലീസ് അതിക്രമം മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്നാരോപിച്ചായിരുന്നു സുധാകരൻ ആഞ്ഞടിച്ചത്. മുഖ്യമന്ത്രിക്ക് കൊലയാളി മനസ്സെന്ന ഉദാഹരണങ്ങൾ എണ്ണി K സുധാകരൻ. സ്വന്തം കൊലക്കത്തിയെടുത്ത് രാഷ്ട്രീയ എതിരാളികളെ കൊല്ലാൻ പോയ പാരമ്പര്യത്തിന്റെ ഉടമസ്ഥന ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒരു സൈക്കോപാത്തിന് മാത്രമേ കോൺഗ്രസ് നേതൃത്വത്തെയും പ്രതിപക്ഷത്തെയും ഒന്നടങ്കം ഇല്ലാതാക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കാനാവും. ശ്രീ പിണറായി വിജയന് സൈക്കോപാത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം ഒരു സൈക്കോപാത്താണെന്ന് പറഞ്ഞാൽ അതൊരു അധികപ്പറ്റാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോലീസ് മേധാവി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നും സുധാകരൻ. സംസ്ഥാനത്തെ ആക്ടിംഗ് DGP P ശശിയാണ്. ഇവിടെ രണ്ട് DGP ആണ്. ഒന്ന് ശശിയാണ് ആക്ടിംഗ് DGP, P ശശിയാണ് ആക്ടിംഗ് DGP. എന്താ P ശശിയുടെ പാരമ്പര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും MP-മാരും MLA-മാരും വേദിയിലിരിക്കെ മുന്നറിയിപ്പില്ലാതെ പോലീസ് ഗ്രനേഡും ടീർ ഗ്യാസും പ്രയോഗിച്ചത് കോൺഗ്രസിന്റെ മുൻനിര നേതാക്കളെ ലക്ഷ്യമിട്ടാണെന്നും കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നു. ആരാണ് ഉത്തരവ് കൊടുത്തത്? ഏത് സമയത്താണ് മുന്നറിയിപ്പില്ലാതെ ഗ്രനേഡ് പൊട്ടിക്കുന്നത്? മുന്നറിയിപ്പ് നൽകിയിട്ട് വേണം ഗ്രനേഡ് പൊട്ടിക്കാൻ. ഞാൻ പ്രസംഗിച്ച് തുടങ്ങുമ്പോഴാണ് എൻ്റെ നേരെ തലയ്ക്ക് മീതെ വന്ന് ഗ്രനേഡ് പൊട്ടുന്നത്. മനഃപൂർവ്വം അപായപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ്. കലി തീർക്കുകയാണ്. വിഷയം ചൂണ്ടിക്കാട്ടി AP അനിൽകുമാർ MLA നിയമസഭാ സ്പീക്കർക്ക് പരാതി നൽകി. ചട്ടം 154 പ്രകാരം മുഖ്യമന്ത്രിക്കും DGPക്കുമെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. നേതാക്കൾക്കെതിരെ കേസെടുത്ത നടപടിയും പ്രതിപക്ഷം ആയുധമാക്കും. 24 തിരുവനന്തപുരം. ഷൂവേറ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24 പ്രതിനിധി വിനീത ബിജിക്കെതിരെ കേസെടുത്തതിൽ വ്യാപക പ്രതിഷേധം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മോദിയുടെ കേരള പതിപ്പാണ് പിണറായി വിജയനെന്ന് KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. K മുരളീധരൻ MPയും പോലീസിനെ അതിരൂക്ഷമായി വിമർശിച്ചു. കേസിനെ ന്യായീകരിച്ച് LDF കൺവീനർ EP ജയരാജൻ രംഗത്തെത്തി. 24 പ്രതിനിധി വിനീത ബിജിക്കെതിരായ കേസ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിമർശിച്ചു. കേന്ദ്രത്തിലേതുപോലെ കേരളത്തിലും പ്രതിപക്ഷ സ്വരത്തെ ഭയപ്പെടുന്നവരുണ്ടോ എന്ന് സംശയിക്കുകയാണ്. പ്രതിപക്ഷ സ്വരത്തെ മാനിക്കണം എന്നുള്ളതാണ്. ഈ പ്രതിപക്ഷ സ്വരത്തെ ഭയപ്പെടുന്നവരാണ്. അത് ചിലപ്പോൾ മോദി അങ്ങനെ തന്നെ ആയിരിക്കും, കേന്ദ്രത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സംസ്ഥാനത്തും പ്രതിപക്ഷ സ്വരത്തെ ഭയപ്പെടുന്നവരുണ്ടോ എന്നാണ് നമ്മൾ ഇപ്പോൾ സംശയിച്ചുകൊണ്ടിരിക്കുന്നത്. മോദി ചെയ്യുന്നത് തന്നെ പിണറായിയും ചെയ്യുന്നുവെന്ന് K മുരളീധരൻ MP. മോഡി ഇത് തന്നെയാണ് ചെയ്യുന്നത്. പത്രക്കാർക്കെതിരെ കേസെടുക്കുക, 24-നെതിരായിട്ട് എടുത്തു. മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ DGPയുടെ വീടിൻ്റെ അകത്ത് കയറിയിരിക്കുന്നതിൻ്റെ എടുത്തു. ഇതൊന്നും എടുക്കാൻ പാടില്ല എന്നാണ് പിണറായി തമ്പുരാന്റെ കൽപ്പന. മോദിയുടെ കേരള പതിപ്പാണ് പിണറായി വിജയൻ എന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. മിക്കവാറും എല്ലാ മാധ്യമ പ്രവർത്തകരെയും കേസെടുത്തു. എന്താണ് അവർ ചെയ്ത കുറ്റം? അവരാകെ റിപ്പോർട്ട് ചെയ്യുന്നു പോലെ പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് അവരാരെങ്കിലും തല്ലാൻ പോയിട്ടുണ്ടോ? അവിടെ റിപ്പോർട്ട് ചെയ്താൽ മോഡി അപ്പോൾ കേസെടുക്കും, ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തും, ജയിലിലാക്കും. അതേ ശൈലിയാണ് ഇവിടെയും. പോലീസ് നടപടിയെ മുഖ്യമന്ത്രി ന്യായീകരിച്ചതിന് പിന്നാലെയാണ് LDF കൺവീനറും ന്യായീകരണവുമായി രംഗത്തെത്തിയത്. പോലീസിന്റെ കൈവശം എല്ലാ വ്യക്തമായ തെളിവുകൾ ഉണ്ടാവും. അത്ര എനിക്ക് പറയാൻ പറ്റും. വ്യക്തമായ തെളിവുകൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ തെറ്റായ വാർത്തകൾ തെറ്റായ നിലയിൽ ആരെയെങ്കിലും പേര് നടപടി സ്വീകരിച്ചാൽ ശക്തമായ നടപടി സ്വീകരിക്കും. ഷൂവറിന്റെ KSU പ്രവർത്തകർക്കെതിരായ കേസിലെ വകുപ്പുകളെ കോടതി വിമർശിച്ചത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നായിരുന്നു EP ജയരാജന്റെ മറുപടി. ഏഷ്യാനെറ്റ് റിപ്പോർട്ടർക്കെതിരായ കേസ് കോടതി തള്ളിയതിലും പ്രതികരണമില്ല. കോടതി തള്ളിക്കളഞ്ഞു എന്നുള്ളത് ഏതാ കേസ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതാണ്ട് എനിക്ക് ആ കേസ് ഞാൻ പഠിച്ചിട്ട് എനിക്ക് പറയാം. ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഞാൻ നോക്കി അന്വേഷിച്ചിട്ട് എന്താ കാര്യം എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞു. അതെന്താണ് ഞാൻ നോക്കിയിട്ട് പറയാം.
പോലീസ് നടപടിയിൽ KUWJ സർക്കാരിനെ പ്രതിഷേധമറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. ക്രിസ്മസ് ആഘോഷരാവിലേക്ക് നാട്. ലോകത്തിന് പ്രത്യാശയുടെ സന്ദേശമേകി നാളെ ക്രിസ്മസ്. മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിന്റെ ത്യാഗത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വീണ്ടും കടന്നു വന്നിരിക്കുന്നത്. പുൽക്കൂടൊരുക്കിയും നക്ഷത്രങ്ങൾ തെളിയിച്ചും തിരപ്പിറവി ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പങ്കുവയ്ക്കുന്നതാണ് ഓരോ ക്രിസ്മസ് ദിനവും. പുൽക്കൂടുകൾ ഒരുക്കിയും നക്ഷത്രങ്ങൾ തെളിച്ചും വിശ്വാസികൾ കാത്തിരിക്കുകയാണ്. പാതിരാ കുർബാനയ്ക്കായി ദേവാലയങ്ങളും ഒരുങ്ങി. തിന്മയിലേക്ക് ചായ്ച്ചിലുള്ള മനുഷ്യന് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനുള്ള വഴിയാണ് മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രൻ. ഈ ഒരു മഹാരഹസ്യമാണ് ക്രിസ്മസ് ദിനത്തിൽ ക്രൈസ്തവരെല്ലാവരും ധ്യാനിക്കുന്നത്, പ്രാർത്ഥനാ വിഷയമാക്കുന്നത്, ആഘോഷത്തിന് അടിസ്ഥാനമാക്കുന്നത്. ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ക്രിസ്മസ് ആശംസകൾ നേർന്നു. ഏത് വിഷമകാലത്തിനുമപ്പുറം നന്മയുടെ ഒരു നല്ല കാലമുണ്ടാകുമെന്ന സങ്കല്പത്തിന്റെ സാക്ഷാത്കാരമാണ് ക്രിസ്മസ് എന്ന് മുഖ്യമന്ത്രി ആശംസിച്ചു. പരസ്പര സ്നേഹത്തിന്റെയും സമഭാവനയുടെയും സൗന്ദര്യമാണ് ക്രിസ്മസ് ആഘോഷങ്ങളെ ഹൃദ്യമായ അനുഭവമാക്കുന്നതെന്ന് ഗവർണറും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24. മതമേലധ്യക്ഷന്മാർക്കും ക്രൈസ്തവ വിഭാഗങ്ങളുടെ പ്രതിനിധികൾക്കുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ക്രിസ്മസ് വിരുന്നൊരുക്കും. ഉച്ചയ്ക്ക് 12:30 പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് വിരുന്ന് നടക്കുക. ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്താൻ BJP സ്നേഹയാത്രയും സംഘടിപ്പിക്കുന്നുണ്ട്. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. കുർബാന തർക്കത്തെ തുടർന്നടച്ച എറണാകുളം സെന്റ് മേരീസ് ബസലിക്ക ക്രിസ്മസ് ദിനത്തിലും തുറക്കില്ല. സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്നതുവരെ പള്ളി അടച്ചിടുമെന്ന് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ആന്റണി പൂതവേലിൽ വ്യക്തമാക്കി. തീരുമാനത്തിനെതിരെ ഔദ്യോഗിക വിഭാഗം രംഗത്തെത്തി. കുർബാന തർക്കം സമവായമില്ലാതെ തുടരുന്നതോടെയാണ് സെന്റ് മേരീസ് ബസലിക്ക ക്രിസ്മസിനും തുറക്കേണ്ടെന്ന തീരുമാനം. അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ബോസ്കോ പുത്തൂരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് പള്ളി തുറക്കേണ്ടെന്ന തീരുമാനത്തിലെത്തിയതെന്ന് ബസലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ആന്റണി പൂതവേലിൽ പറഞ്ഞു. പിതാവും മറ്റുള്ള കൂടെയുള്ള വികാരി ജനറൽമാരും പറഞ്ഞു, ബസലിക്ക തുറന്നിട്ട് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയും അടച്ചിടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഒഴിവാക്കണം. അതുകൊണ്ട് ബസലിക്ക തുറന്നില്ലെങ്കിലും ഈ സമാധാനപരമായ ഒരു അന്തരീക്ഷം സംജാതമായാലേ ബസലിക്ക തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം. അതേസമയം പള്ളി തുറന്ന് ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഔദ്യോഗിക വിഭാഗം. പാതിരാ കുർബാന ഏകീകൃതമല്ലെങ്കിൽ തടയുമെന്നും മുന്നറിയിപ്പ്. അപ്പോൾ ഇറക്കുന്ന സർക്കുലറിന് പോലും ഈ ടോയ്ലറ്റ് പേപ്പറിൻ്റെ വില പോലും കൽപ്പിക്കാത്ത അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവ് ആദ്യമായിട്ട് രാജിവെക്കുക. രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ കുറേ അച്ഛന്മാർ ഈ പറഞ്ഞ പോലെ മാർപ്പാപ്പയെ വരെ അനുസരിക്കാൻ തയ്യാറല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. വിമത വിഭാഗവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. പാതിരാ കുർബാന ഏകീകൃതമെങ്കിൽ പ്രതിഷേധിക്കാനാണ് തീരുമാനം. ക്രിസ്മസ് ദിനത്തിൽ ഒരു കുർബാന ഏകീകൃത രീതിയിൽ നടത്തുമെന്നാണ് വൈദിക സമിതി അറിയിച്ചിരിക്കുന്നത്. 24 കൊച്ചി. ക്രിസ്മസിനെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് കൊച്ചിക്കാർ. വലിയ ഓഫറുകളുമായി വ്യാപാരികളും കളം നിറഞ്ഞതോടെ നഗരത്തിലെ പ്രധാന വിപണികളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മഹാമാരിയും വിലക്കയറ്റവും കരിനിഴൽ വീഴ്ത്തിയ കേരളത്തിലെ വിപണിക്ക് ആഘോഷത്തിമിർപ്പ്. ക്രിസ്മസ് തലേന്ന് പ്രധാന വിപണി കേന്ദ്രങ്ങളിൽ എല്ലായിടത്തും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുൽക്കൂടും പാപ്പാഞ്ഞിത്തുപ്പിയും മുതൽ കുഞ്ഞൻ ഫാൻസി വാൽനക്ഷത്രങ്ങൾ വരെ വിപണി മുന്നിൽ കണ്ട് കടകളിലേക്ക് വന്ന എല്ലാത്തിനും ആവശ്യക്കാർ ഏറെ. വസ്ത്രവ്യാപാര മേഖലയും പടക്ക വിപണിയും തിരക്കിലായി. ക്രിസ്മസ് ഗാർലൻഡ്സ്, അതിനോട് ഹാങ്ങിങ്സ് ആയിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും അതൊക്കെയാണ് കൂടുതൽ ഇവിടെ ചെലവാകുന്നത്. വാങ്ങിച്ചോ? പിന്നെ അതേ സഞ്ചി ഇറച്ചി വാങ്ങിച്ചു. എന്താ ഉള്ളത് നോക്കട്ടെ, കാണിച്ചോ. പച്ചക്കറികളൊക്കെയാണോ? ബിരിയാണി അരി. അപ്പോൾ ഇന്നലെയൊക്കെ വരികയാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നല്ലോ, സ്റ്റാറിൻ്റെ അച്ചോട് വരുന്നല്ലോ. അത് കാരണം ഇപ്പോൾ തിരക്കൊന്നുമില്ലാത്ത പറഞ്ഞിട്ട് പോരാന്ന് വെച്ചിട്ട് വൈകിട്ട് ഇറങ്ങിയത്. ആഘോഷ ദിവസങ്ങളിൽ ഉണ്ടാകാനിടയുള്ള തിരക്ക് മുന്നിൽ കണ്ട് വ്യാപാരികൾ കൂടുതൽ സ്റ്റോക്കുകൾ എത്തിച്ചു. മത്സ്യമാംസ വിപണിയിലും വലിയ തിരക്കാണ്.
കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിപണിയിൽ നേരിയ വിലവർധനയുള്ളതായി വ്യാപാരികൾ പറയുന്നു. സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഓർമ്മകൾ ഉണർത്തുന്ന ക്രിസ്മസ് വേളയിൽ എല്ലാവർക്കും ക്രൗഡ് കണ്ടില്ലേ, പൊളിയെടുക്ക് എന്തൊക്കെയാണ് കണ്ടില്ലേ ക്രൗഡ്. അപ്പൊ അങ്ങനെയാണ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. പത്തനംതിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിൽ SFI നേതാവിന്റെ മർദ്ദനമേറ്റ വിദ്യാർത്ഥിനിക്കെതിരെ കേസെടുത്തതിൽ DGP റിപ്പോർട്ട് തേടി. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയോട് അടിയന്തര തുടർ നടപടിക്കും DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഖിൽ ഷാ അൻസാർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അഖിൽ ഷാ അൻസാർ, വിവരങ്ങൾ എന്താണ്? ശ്രീജിത്ത്, ഈ പത്തനംതിട്ട കടമനിട്ടയിലെ മൗണ്ട് സിയോൺ ലോ കോളേജിലെ വിദ്യാർത്ഥിനിക്കെതിരെ SFI ആക്രമണം നടത്തിയെന്നുള്ള പരാതി ദിവസങ്ങൾക്ക് മുൻപാണ് ഈ വിദ്യാർത്ഥിനി പോലീസിന് നൽകുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഈ പോലീസ് ഇക്കാര്യത്തിൽ ഒരു നടപടിയും FIR ഇടാൻ പോലും തയ്യാറായിരുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് ഈ വിദ്യാർത്ഥിനി ഉന്നയിക്കുന്നത്. അതിന് പിന്നാലെ ഈ FIR പോലും ഇടാൻ പോലീസ് തയ്യാറാകാതെ വന്നതോടുകൂടി ഈ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം ഈ പോലീസിലേക്ക്, ആറന്മുള പോലീസിലേക്ക് ഒരു പ്രതിഷേധം നടത്തുകയും അതിന് പിന്നാലെ ഈ പ്രതിഷേധത്തിന് പിന്നാലെയാണ് പോലീസ് ഈ കേസിൽ ഒരു FIR ഇടാൻ പോലും തയ്യാറായത്. എന്നാൽ ഈ FIR ഇട്ട് തൊട്ട് പിന്നാലെ തന്നെ ഈ വിദ്യാർത്ഥിനിക്കെതിരെയും ഒപ്പം ഈ പ്രതിഷേധിച്ചവർക്കെതിരെയും കേസെടുക്കുന്ന ഒരു നടപടിയാണ് ആറന്മുള പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഏറ്റവും പ്രധാനമായും ഈ വിദ്യാർത്ഥിനിക്ക് നേരെ ഈ സഹപാഠിയെ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചു എന്നുള്ള തരത്തിലൊരു കേസും ഇതുൾപ്പെടെ 3ഓളം കേസുകളാണ് ഈ വിദ്യാർത്ഥിക്ക് നേരെ എടുത്തത്. ഒപ്പം ഈ പ്രതിഷേധക്കാർക്കെതിരെയും ഈ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം പോലീസിനെതിരെ ഉണ്ടായിരുന്ന കാര്യം, ഇത്തരത്തിലുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിൽ വലിയ വിമർശനമാണ് ഉണ്ടായിരുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഈ സംഭവത്തിന്റെ ഗൗരവം കൂടി കണക്കിലെടുത്താണ് സംസ്ഥാന പോലീസ് മേധാവി ഇക്കാര്യത്തിൽ അടിയന്തരമായൊരു റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയോടാണ് ഇക്കാര്യത്തിലൊരു റിപ്പോർട്ട് അടിയന്തരമായി തന്നെ നൽകണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായൊരു ഇടപെടൽ, ഒരു നടപടിക്രമങ്ങൾ കൂടി ഇതിൽ നടത്തണം എന്നുള്ള കാര്യവും പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയോട് DGP ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. നവകേരള സദസ്സിൽ പങ്കെടുക്കാത്ത വനിതാ ഓട്ടോ ഡ്രൈവർക്ക് തൊഴിലെടുക്കാൻ വിലക്കെന്ന് പരാതി. തിരുവനന്തപുരം കാട്ടായിക്കോണം ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ ഓടിക്കാൻ അനുവദിക്കില്ലെന്ന് CITU പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം. CITU അംഗവും CPIM പ്രവർത്തകയുമായ രജനിക്കാണ് ദുരനുഭവം. CITU കൺവീനർ ഉൾപ്പെടെയുള്ളവരുടെ ഈ ഭീഷണി നവകേരള സദസ്സിൽ പങ്കെടുക്കാത്തതിനാൽ ഇന്നലെയാണ് കഴക്കൂട്ടം മണ്ഡലത്തിലെ നവകേരള സദസ്സ് നടന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം രജനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് കാട്ടായിക്കോണം സ്റ്റാൻഡിലേക്ക് എത്തിയപ്പോൾ അപ്രതീക്ഷിത വിലക്ക്. 8 വർഷം കൊണ്ട് ഞാൻ ആ സ്റ്റാൻഡിലാണ് ജീവിക്കുന്നത്. ആ സ്റ്റാൻഡുമായിട്ട് മുന്നോട്ട് പോയി ആ പാർട്ടിപരമായിട്ട് ജീവിച്ചു പോരുന്ന വ്യക്തിയാണ്. അപ്പോൾ എന്നെ പെട്ടെന്ന് വന്നിട്ട് പറ്റൂല എന്ന് പറഞ്ഞത് മാത്രമല്ല, പുറത്തുനിന്ന് ആൾക്കാരും കൂടി വന്ന് ഒരുപാട് അപസ്യം പറഞ്ഞതിനൊക്കെ പോലും ആരും ഒന്നും മിണ്ടിയില്ല. അതാണ് എനിക്ക് കൂടുതൽ വിഷമമായത്. 8 വർഷമായി കാട്ടായിക്കോണം സ്റ്റാൻഡിലാണ് രജനി ഓട്ടോറിക്ഷ ഓടുന്നത്. നാളുകളായി CITU ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ യൂണിയൻ അംഗവുമാണ്. പാർട്ടി ആലോചിച്ച ശേഷം രജനിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന വിചിത്ര നിലപാടിലാണ് CITU. പരാതിയുമായി മുന്നോട്ട് പോയാൽ ചുമട്ടുതൊഴിലാളിയായ സഹോദരൻ രാജേഷും നാളെ മുതൽ ജോലിക്കെത്തേണ്ട എന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. 24 തിരുവനന്തപുരം. വാർത്തകളിലേക്ക് വീണ്ടും ഇനി നോക്കാം ശബരിമല വിശേഷങ്ങൾ. ശബരിമലയിൽ മണ്ഡലപൂജയുടെ ഭാഗമായി ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും നിയന്ത്രണം. ദർശന സമയത്തിൽ മാറ്റം വരുത്തുകയും വെർച്വൽ ക്യൂ പരിമിതപ്പെടുത്തുകയും ചെയ്തു. ക്രമാതീതമായ തിരക്ക് നിയന്ത്രിക്കാൻ തീർത്ഥാടകർ സഹകരിക്കണമെന്ന് മന്ത്രി K രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. മണ്ഡലപൂജ അടുത്തിരിക്കെ സന്നിധാനത്തേക്കുള്ള ഭക്തജന പ്രവാഹം തുടരുകയാണ്. നിലയ്ക്കലിലും എരിമേലിയിലും പമ്പയിലും നിയന്ത്രണങ്ങൾക്ക് ശേഷം ഘട്ടം ഘട്ടമായാണ് ആളുകളെ മല കയറാൻ അനുവദിക്കുന്നത്. തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തുന്ന ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം നട തുറക്കുക വൈകിട്ട് 5 മണിക്കായിരിക്കും. മണ്ഡലപൂജ നടക്കുന്ന ബുധനാഴ്ച രാവിലെ 9:45 നെയ്യഭിഷേകം അവസാനിക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കി. 10:30 കഴിഞ്ഞ് 11:30 മണ്ഡലപൂജ മുഹൂർത്ത സമയം. അന്നേ ദിവസം 9:45 വരെ മാത്രമേ നെയ്യഭിഷേകം ഉണ്ടായിരിക്കുകയുള്ളൂ. സാധാരണഗതിയിൽ 11:30 മണി വരെ ഉണ്ടല്ലോ. വെർച്വൽ ക്യൂവും പരിമിതപ്പെടുത്തി. ഞങ്ങൾ 64,000 വെർച്വൽ ക്യൂ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടാൻ പറ്റുന്ന ഒരു തിരക്കൊക്കെ കരുതിയാണ് 64,000 ക്രമപ്പെടുത്തി. 26-ന് 27-ന് 70,000. ജനുവരി മുതൽ 80,000 തന്നെയാണ്. അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം 80,000 തന്നെയാണ്. നിയന്ത്രണങ്ങളോട് തീർത്ഥാടകർ സഹകരിക്കണമെന്ന് ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ. മാക്സിമം ഭക്തരെ കയറ്റുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കയറിയ ഭക്തരെ അവിടെ നിന്ന് മാറിക്കൊടുക്കുന്നില്ല.
വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ തിരക്ക് വീണ്ടും കൂടും. ഈ 18-ാം പടി കയറി കഴിഞ്ഞ ആളുകൾ മാറിയില്ലെങ്കിൽ താഴെയുള്ള ആളുകൾക്ക് കയറാൻ പറ്റില്ലല്ലോ. അത് ആര് വിചാരിക്കണം? കയറിയ ആളുകൾ വിചാരിക്കണം പ്രധാനമായിട്ടും. ഇവിടെ ഞാൻ കാരണം കൂടുതൽ തിരക്ക് വർദ്ധിപ്പിക്കാൻ പാടില്ല എന്ന് ഓരോ ഭക്തരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടി തിരക്ക് കുറയ്ക്കാൻ വേണ്ടി കഴിയും. തിരക്ക് വർദ്ധിക്കുമ്പോഴും നിയന്ത്രണ വിധേയമാണ് സാഹചര്യം. ശർക്കര എത്തിയതോടെ അപ്പം മരവണ വിതരണത്തിലെ പ്രതിസന്ധിയും പരിഹരിച്ചു. മനു ദാമോദറിനൊപ്പം രാഹുൽ സുരേഷ്, 24 സന്നിധാനം. കായിക വാർത്തകളിലേക്ക് വന്നാൽ ആദ്യ മത്സരത്തിലെ കണക്ക് തീർക്കാൻ മുംബൈ സിറ്റി FC-ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് സ്വന്തം മണ്ണിൽ ബൂട്ടുകെട്ടുകയാണ്. പരിക്കേറ്റ അഡ്രിയാൻ ലൂണ ബ്ലാസ്റ്റേഴ്സിന്റെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ഇല്ല എന്നുള്ളത് ആശങ്കയാണ്. കോച്ച് ഇവാൻ വുഖമനോവിച്ച് തിരിച്ചെത്തും എന്നതാണ് ആശ്വാസം. ബ്ലാസ്റ്റേഴ്സിന്റെ ജയത്തോടെ കൊച്ചിയുടെ ക്രിസ്മസ് രാവ് കൂടുതൽ വർണ്ണാഭമാകും എന്ന പ്രതീക്ഷയിലാണ് മഞ്ഞപ്പട. 8 മണി മുതലാണ് മത്സരം നടക്കുക. നോക്കാം ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. ദേശീയ ഗുസ്തി ഫെഡറേഷന്റെ പുതിയ ഭരണസമിതിയെ കായിക മന്ത്രാലയം സസ്പെൻഡ് ചെയ്ത് ചോദ്യം ചെയ്ത് കോടതിയെ സമീപിക്കാനൊരുങ്ങി ഭാരവാഹികൾ. സംഘടനയുടെ നടത്തിപ്പിനായി അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കാൻ കേന്ദ്രം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനോട് ആവശ്യപ്പെട്ടു. അതേസമയം പൂർണ്ണ നീതി ലഭിക്കാതെ പത്മശ്രീ തിരികെ സ്വീകരിക്കില്ലെന്ന് ബജ്രംഗ് പൂനിയ വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രം പ്രചാരണായുധമാക്കാൻ BJP. സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചാരണം നടത്താനാണ് BJP ഭാരവാഹി യോഗത്തിൽ പ്രധാനമന്ത്രി നൽകിയ നിർദ്ദേശം. ഈ മാസം 30-ന് അയോധ്യയിൽ മഹാറാലി സംഘടിപ്പിക്കും. ഗുജറാത്ത് തീരത്തിനടുത്ത് ചരക്ക് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണമുണ്ടായ സംഭവത്തിൽ അമേരിക്കയുടെ ആരോപണം നിഷേധിച്ച് ഇറാൻ. ആക്രമണത്തിൽ പങ്കില്ലെന്ന് ഇറാൻ വിദേശകാര്യ സഹമന്ത്രി അലി ബഗേരി വ്യക്തമാക്കി. ചെങ്കടലിൽ വീണ്ടും ചരക്ക് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. കണ്ണൂർ പാട്യം പത്തായക്കുന്നിൽ സ്റ്റീൽ ബോംബ് സ്ഫോടനം. ആക്രി സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ അതിഥിത്തൊഴിലാളിക്കും 2 മക്കൾക്കും പരിക്കേറ്റു. മലപ്പുറം പൊന്നാനിയിലെ RSS CPIM സംഘർഷത്തിൽ 5 പേർ പിടിയിൽ. തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് 2 RSS പ്രവർത്തകരെയും 3 CPIM പ്രവർത്തകരെയും. സ്വഭാവദൂഷ്യത്തിന്റെ പേരിൽ തിരുവല്ലയിലെ പാർട്ടി പ്രാദേശിക നേതാവിനെ പുറത്താക്കാൻ CPIM തീരുമാനം. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നടപടി കോട്ടാലി ബ്രാഞ്ച് സെക്രട്ടറി CC സജിമോനെതിരെ. വീട്ടമ്മയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയും DNA പരിശോധന അട്ടിമറിക്കാൻ ശ്രമിച്ചതുമായ കേസുകളിൽ പ്രതിയാണ് സജിമോൻ. വയനാട്ടിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. സുൽത്താൻ ബത്തേരി വാഗേരി CCയിൽ തൊഴുത്തിൽ കയറി കടുവ പശുക്കിടാവിനെ കൊന്നു. കടുവ കിടാവിനെ കൊന്നു തിന്നത് ഞാറക്കാട്ടിൽ സുരേന്ദ്രന്റെ തൊഴുത്തിലെത്തി. ജമ്മുകശ്മീരിൽ രജൌരിക്ക് പിന്നാലെ ബാരാമുള്ളയിലും ഭീകരാക്രമണം. ഭീകരരുടെ ആക്രമണത്തിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. അഖ്നൂറിലെ തെരച്ചിലിൽ സേന വൻ ആയുധശേഖരം പിടിച്ചെടുത്തു. പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാവുകയാണ്.